സഭയിൽ പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിലുള്ള കൊമ്പുകോർക്കൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയാവുകയാണ്. റോഷിബാൽ, ഇന്നിപ്പോൾ സഭയിൽ ഉയർന്നിരിക്കുന്ന വിഷയങ്ങൾ, നേരത്തെ TP കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിച്ചതിൽ അത് ചോദ്യത്തിനുത്തരമായിട്ടാണ് മുഖ്യമന്ത്രി അതിൽ മറുപടി നൽകിയത്. ഇപ്പോൾ SC/ST വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ അതൊരു ചർച്ചയുണ്ടായത്? മന്ത്രി OR കേളുവിന്റെ മറുപടി അതിന്റെ തുടർച്ചയായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. അതിൽ സമയത്തെ ചൊല്ലിയാണ് സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ തർക്കമുണ്ടായത്. 9 മിനിറ്റ് തടസ്സമില്ലാതെ സംസാരിച്ചല്ലോ പ്രതിപക്ഷ നേതാവെന്നാണ് സ്പീക്കർ ചോദിച്ചത്. അത് സ്പീക്കറുടെ ഔദാര്യമല്ല, തന്റെ അവകാശമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു. ആ തർക്കം തുടരുകയാണോ? അതിനിടയ്ക്ക് ചെയറിൽ നിന്ന് ഇറങ്ങി വന്ന പ്രതിപക്ഷ MLA-മാരെ തിരിച്ചു പോകാൻ ആവർത്തിച്ച് സ്പീക്കർ പറയുന്നുമുണ്ടായിരുന്നു. ഡോക്ടർ KT ജലീൽ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി, പ്ലീസ് അവിടെ പോയിരിക്കണം. സഭ ഓർഡർ ആവണം. ബിസിനസ്സുമായിട്ട് പോകുന്നതാണ്, അങ്ങോട്ട് പോകണം. അംഗങ്ങൾ അങ്ങ് പോയിരിക്കണം. ചെയറിൽ പോയിരിക്കണം. യെസ്, ഡോക്ടർ KT ജലീൽ സാർ, എല്ലാവരും ഒന്ന് മൈക്രോഫോൺ വെക്കുക പ്ലീസ്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ സാർ, നമ്മളുടെ സംസ്ഥാനത്ത് ടൂറിസം വികസന പാതയിലാണ്. ഏതാണ്ട് 2.25 കോടി ജനങ്ങളാണ് കഴിഞ്ഞ വർഷം നമ്മളുടെ സംസ്ഥാനത്ത് ടൂറിസ്റ്റുകളായി എത്തിയത്. കോവിഡ് കാലത്തിന് ശേഷം ഏതാണ്ട് 30% വർധനവാണ് കേരളത്തിലേക്കുള്ള. ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം ഇടയ്ക്ക് കേൾക്കാം. നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധത്തിനിടയിലാണ് KT ജലീൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ സഭാ സമ്മേളനം അവസാനിക്കുകയുമാണല്ലോ. അവസാന ദിവസം എങ്ങനെയാണ്? കേവലം 10% താഴെയായിരുന്നു. സ്മൃതി, സഭാ നടപടികൾ വേഗത്തിലാക്കുകയാണ്. ഇപ്പോൾ സ്പീക്കർ സബ്മിഷനുള്ള മറുപടി അടക്കം അത് ടേബിൾ ചെയ്യാനുള്ള നിർദ്ദേശമാണ് മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്നത്. അതിനിടയിൽ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ സ്പീക്കറുടെ മുഖം മറക്കുന്ന രീതിയിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കൂടുതൽ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡ് ഉയർത്തിയുള്ള പ്രതിഷേധം ശക്തമാക്കുന്നു. മറുഭാഗത്ത് സഭാ നടപടികൾ അതിവേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമം സ്പീക്കറുടെ ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞു. സബ്മിഷൻ അത് ടേബിൾ ചെയ്യാനുള്ള നിർദ്ദേശമാണ്. സ്വാഭാവികമായും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ സ്പീക്കർ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇപ്പോഴും പ്രതിപക്ഷം നടുത്തളത്തിൽ പ്രതിഷേധം തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായി തന്നെ 10 മിനിറ്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിൽ സ്പീക്കർ AN ഷംസീർ ഇടപെട്ടിരുന്നു. അതൊക്കെ അന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു പ്രതിപക്ഷത്തിൻ്റെ. പക്ഷേ ഇന്നത്തെ പ്രതിഷേധം കൂടുതൽ കടുത്തു. ഇന്ന് ഈ സഭാ സമ്മേളനത്തിലെ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇന്ന് സഭ പിരിഞ്ഞാൽ ഇനി മാർച്ച് 3-നാണ് സഭ വീണ്ടും ചേരുക. അതിനു മുമ്പാണ് ഈ സെഷനിലെ ഏറ്റവും അവസാനത്തെ ദിവസം. ഇനി ഏതാണ്ട് 10 ദിവസത്തോളം ഇടവേളയാണ്. ആ ദിവസത്തിനിടയിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം സഭയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പ്രസംഗത്തിനിടയിൽ സ്പീക്കർ ഇടപെട്ടതാണ് ആ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത്. സ്പീക്കറുമായുള്ള വാക്കുതർക്കം, ഒടുവിൽ പ്രതിപക്ഷങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം. ആ പ്രതിഷേധത്തിന് ഇപ്പോൾ അവസാനമാണ് സ്പീക്കറുടെ മുന്നിൽ പ്ലക്കാർഡ് ഉയർത്തി സ്പീക്കറുടെ കാഴ്ച തടയുന്ന രീതിയിൽ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടുള്ള പ്രതിഷേധം സ്പീക്കർക്കെതിരെ കടുപ്പിക്കുന്നത് പ്രതിപക്ഷം. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ബഹളം ഇപ്പോഴും നമുക്ക് കേൾക്കാം. പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് സഭയുടെ നടുത്തളത്തിൽ തുടരുന്നത്. സ്മൃതി, ശരി. സഭയിൽ പ്രതിപക്ഷ ബഹളത്തിനിടയ്ക്ക് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി സഭ പിരിയാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് സഭയുടെ അവസാന ദിവസമാണ്. എന്തൊക്കെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് ഉയർത്താനായി, എന്തൊക്കെ കാര്യങ്ങളിൽ കൃത്യമായ മറുപടി ഭരണപക്ഷത്തിൽ നിന്ന് കിട്ടി എന്നൊരു വിലയിരുത്തൽ കൂടി നടത്തേണ്ടി വരും. പ്രതിപക്ഷം ഇപ്പോൾ നടുത്തളത്തിലാണ് ഉള്ളത്. സ്പീക്കറുമായി കൊമ്പ് കോർത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ്. അത് പല ദിവസങ്ങളിലായി അതിൻ്റെ തുടർച്ച കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി MB രാജേഷുമായും സ്പീക്കർ കൊമ്പ് കോർക്കുന്നുണ്ടായിരുന്നു. അതും പല ഘട്ടങ്ങളിൽ സഭ കണ്ടിട്ടുള്ളതാണ്. സഭയിൽ പ്ലക്കാർഡുകളുമായിട്ടാണ് പ്രതിപക്ഷം എത്തിയിരിക്കുന്നത്. സ്പീക്കർക്കെതിരെയാണ് പ്ലക്കാർഡ് എന്നുള്ളതാണ്. ഡയസിന് മുന്നിൽ പ്രതിഷേധം തുടരുമ്പോഴാണ് KT ജലീൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ സഭാ നടപടികൾ പൂർത്തിയാക്കി സഭ പിരിയാൻ പോവുകയാണ്.